أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين، نحمده ونصلي على رسوله الكريم وعلى آله وصحابته غر الميامين والذين اتبعهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله السميع العليم من الشيطان الرجيم. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولأجر الآخرة خير للذين آمنوا وكانوا يتقون. തീർച്ചയായോ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, കുറേ കാലത്ത് കുറേ ടൈമിൽ പിന്നെ ഞങ്ങൾ സൂറത്ത് യൂസുഫ് തഫ്സീർ ക്ലാസ് ഇന്നത്തോടു കൂടി തുടങ്ങിക്കൊണ്ടുള്ള അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖുർആൻ പഠിക്കും അതിന് മേൽ അമൽ ചെയ്യും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്ത് യൂസുഫ് കഴിഞ്ഞ ഒന്നാമത്തെ ക്ലാസ്സിൽ അയാൾക്ക് അധികാരം കിട്ടിയ വിഷയം നമ്മൾ ചർച്ചയാക്കി. മലിക് രാജാവരൊട്ടിಗೆ ഇജാൽനി അലാ ഖസായിനിൽ അർദ്, ഭൂമിര റിസ്ക് ഖജാനരെ ಉಸ್ತುವಾರಿಯಾಕಿದ್ದು ನಂದು ನಿಯಮಿಕರು. ആ ഒരു പ്രയോഗ ഞങ്ങൾ കഴിഞ്ഞപട്ട് ചർച്ചയാക്കിയ. ഇനി ഹാഫിളുൽ അലീം, ഞാൻ അതിലെ വിഷയത്തിൽ സംരക്ഷിക്കാവുന്നു, അതേപോലെ അതിലെ വിഷയത്തിൽ അറിവുള്ളവനും. അപ്പോൾ ഒരാൾക്ക് താരിഫാക്കാം ആ ചൊന്തുള്ള ചർച്ച കഴിഞ്ഞ ക്ലാസ്സിൽ തെല്ല സൂചന കിട്ടിയത്. ഒരാൾക്ക് ഇപ്പൊ ഞാൻ അതിക്ക് തീരു ചൊല്ലാമ, അങ്ങനെ ഒരാളെ കണ്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ചിലപ്പോൾ അത് മിസ്യൂസ് ആവാൻ സാധ്യത ഉണ്ട്. ചൊന്തു അനുഭവം അനങ്കാർക്ക് ഉണ്ടുണ്ടായെങ്കിൽ അതിൽ നാം മിസ്യൂസ് ആക്കില്ല, അതിൽ സമാത്തില് നടപ്പിലാക്കൂ നന്നെ കൊണ്ട് സാധ്യത ചൊല്ലത്. അത് മസ്ലിഹത്തുക്ക് വേണ്ടിട്ട് അവിടെ ഒരു മസ്ലിഹത്തുക്ക് വേണ്ടിട്ട് ചൊല്ലത് ജായിസ് എത്തിക്കൽ ചൊല്ലത്. ഇതിൽ എന്ത് മനസ്സിലാവും? അല്ലമാര് ഹെമ്മല്ല, ദുരഭിമാനല്ല, ನಾನು ಮೈಕಿಲ್ಲ, ನಾನು ಹುಷಾರಿಲ್ಲ ಚೊಂತು ಚೊಲ್ற ಅರ್ಥ ಅಲ್ಲ. അവിടെ ഉദ്ദേശിക്കുന്നത് പൽക്ക പറഞ്ഞപ്പോ ഫലം അക്കല്ലമ്മോ അതിന് മുന്നല്ലുണ്ടു. ഇന്നക്കലതൈന മക്കീനു നമ്മീൻ ചൊല്ലോ 54ാമത്തെ ആയത്തില് അയാളൊട്ടി ചൊല്ലോ രാജാവൊട്ടിക്ക് ചമ്മ ಎಲ್ಲ ಡಿಸ್ಕಷನ್ ಐತಾಂಬೋ, അയാളോ നിരപരാധിത്വ സാബിത്ത് ಐತಾಂಬോ, അതിൽ പിന്നെ അയാള്
അതിലൊട്ടിಗೆ ರಾಜಾವು കൊടുത്ത ಭರವಸೆ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തും കേൾക്കാതെ നിങ്ങൾക്ക് ഉള്ളതെത്തിക്കൂടെ. അപ്പൊ ಅದಕ್ಕೆ അതിലെന്തായിട്ട് ആ സന്ദർഭത്തോ നല്ലതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൽ കേട്ടത് എത്തിക്കര് നക്ക് നിങ്ങ ಆಹಾರ ಖಜಾನೆ ಆಹಾರ ವಿಭಾಗത്തോ ഉസ്തുവാരി നന്റെ കയ്യിൽ തരണം. അതിന് സമാത്തില് നടപ്പിലാക്കുക നന്റെ കൊണ്ട് സാധ്യമുണ്ട്. ഈ പൽക്കത്തുക്ക് അങ്ങനെ സാക്ഷിയുള്ള ഏത് പൽക്കത്തുക്ക് ഇയാൾ കിനാവരോ വ്യാഖ്യാന വിവരിച്ചു കൊടുത്തപ്പ ആ വ്യാഖ്യാനം വിവരിച്ചു കൊടുക്കുക ആയ ആൾക്ക് അതേപോലെ അതിരെ സമാത്തില് വിലവേരാക്കുക സാധ്യമുണ്ട് ചൊല്ലുന്നത് ആർക്ക് പിടിണ്ടു? രാജാവുക്കും ആ രാജ്യത്തിനും പിടിയിച്ചപ്പോലോ അയാൾ ചിലരത് മലയാളത്തിൽ ചൊല്ലുമ്പോൾ അധിക പറ്റ് ഇല്ലെങ്കിൽ അധിക പ്രസംഗ യാറ ചന്ദ്രല്ല, അതിശയോക്തിയല്ല, ഇല്ലാത്തത് ചന്ദ്രല്ല. ഇല്ലാത്തത് ചൊന്തു അധികാരത്തെ പടയൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കസരത്താക്കാറ് ആ ഒരു കസരത്ത് കൂടിയില്ല. ഊടെന്തിരല്ലേ മസ്ലഹത്തിക്ക് വേണ്ടിയിട്ട് പിന്നെ ചർച്ച ചെയ്തിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവോടെ കാഫിർ എത്തിക്കുമ്പോ രാജാവ് കാഫിർ എത്തില്ല. അവിടെ രാജാവ് മുസ്ലിം എന്തല്ലേ കാഫിറായോ രാജാവിന്റെ ആಡಳಿತത്തില് നക്കൊരു സ്ഥാനത്തറിഞ്ഞു ചൊന്തരല്ല മാറ് നിന്റെ കീഴിലിട്ടിട്ട് നാൻ ദിക്കിற സ്ഥാനത്തില് ചൊന്തല ഉദ്ദേശത്തിലല്ല. അവിടുന്ന് ചൊന്നോ ഈ ജാലിനി റിക്വസ്റ്റ് ആക്കിರೋ ആരൊട്ടിಗೆ ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿರೋ ಕಾಫಿರಾಯೋ ರಾಜಾವರೊಟ್ಟಿಗೆ ರಿಕ್ವೆಸ್ಟ್ ಹಾಕಿರೋ എന്തിനാ റിക്വസ്റ്റ് ആക്കിರೋ നക്ക് നിന്റെ ആಡಳಿತത്തില് നന്റെ ഒരു സ്ഥാന നക്കൊരു സ്ഥാനത്തറിഞ്ഞു ചൊന്ത് കേൾക്കിற അപ്പ ഒരു കാഫിറായോ ആಡಳಿತത്തെ അണ്ടറില് ഞങ്ങൾക്ക് വോട്ടിടാമ ഇല്ല ചൊന്തലതേ ചർച്ച ഉണ്ട്. ഇപ്പൊ ആൾമാരുടെ നടുവിൽ അങ്ങനത്തെ ഒരു കൊറിയാലോ വിശ്വാസം ഉണ്ടാക്കിയ സന്ദർഭം എത്തിക്കരുത്. ഇതൂടെ ഊടെ കേട്ടോണ്ടല്ലോ എന്തിന് അതിന് അഡ്മിനിസ്ട്രേറ്ററില് ഒരാളെ എത്തുന്നുണ്ടോ ആಡಳಿತ വിഭാഗത്തിൽ നന്റെ ഉൾപ്പെടുത്തുന്നു ചൊന്നോണ്ടില്ലേ അവരർത്ഥ ഇസ്ലാമിക്ക് ഹെൽപ്പ് അവരുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാണ്ട് ഇന്ത്യത്തെ പോലത്തെ ഡെമോക്രാറ്റിക് കൺട്രി അവിടെ ആ കൺട്രിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രതിബദ്ധത എന്തിരെ ഞങ്ങളെ പാർട്ടിസിപ്പേഷൻ എന്തിരെ ചൊന്തുള്ളത് ഞങ്ങൾ ഇപ്പൊ ചർച്ചാക്കുള്ള വിഷയം അത്യന്തം ಇಂಪಾರ್ಟೆಂಟ್ ആയ വിഷയം. യഥാർത്ഥ അള്ളാഹുരെ ಕಾನೂನು എവിടെ നാഫിസ് ഇല്ല, എവിടെ ജാരിക്ക് വന്നിട്ടില്ല. അള്ളാഹു അങ്ങനെ ചൊന്നു ഫൗലായിക ഹുമുൽ കാഫിറൂൻ അങ്ങനെ തിക്റാറ് കാഫിർമാർ. ലാലിമൂൻ അങ്ങനെ തിക്റാറ് അക്രമിമാർ. അങ്ങനെ തിക്റാറ് ഫാസിഖ്മാർ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് എന്ത് ചൊല്ല ഞങ്ങളെ സംബന്ധിച്ചു എന്ത് മനസ്സിലാക്ക ബാംഗ്ലാദേശ് പോലുള്ള പാകിസ്ഥാൻ പോലുള്ള ഇസ്ലാമിക് ആಡಳಿತത്തോ ഇസ്ലാമിക് ശരീഅത്തിലോ നാഫിസാക്കുള്ള അങ്ങനത്തെ ജാഗയിൽ കൂടെ അവിടെയുള്ള കുമ്പത്ത് പ്രജാപ്രഭുത്വം കൊണ്ട് വെച്ചതല്ലേ അങ്ങനെ വേണിച്ചോള കയ്യിൽ അധികാരം ಇಂತು ഇസ്ലാമിക ശരീഅത്തിൽ നാഫിസാക്കാത്തങ്ങ ലാലിമുങ്ങ ഫാസിഖിങ്ങ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറാവറാണ്. തെരിയായ്മ കൊണ്ടുണ്ടായെങ്കിൽ വേറെ വിഷയ. അപ്പൊ ഇവിടെ അങ്ങനത്തെ അധികാരം കിട്ടാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ അല്പസംഖ്യാത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കാഫിർ ചുന്തുള്ള പദപ്രയോഗമാ ജാലിം ചുന്തുള്ള പദപ്രയോഗമാ ഫാസിഖ് ചുന്തുള്ള പ്രയോഗമാ അപ്ലൈ ആവില്ല. എപ്പെല്ലാം മാറി ആ ആಡಳಿತ നല്ലത് ഏതൊക്കെയാണ് ഇസ്ലാമിലേക്കാണ് ഇസ്ലാമിന്റെ ശരീഅത്തിലേക്കാണ് ഈ ഡെമോക്രാറ്റിക്കൽ നിയമമേ ಕಾನೂನು നല്ലത് ചുന്താರಿಗೆ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാഫിർ അവര അവൻ ഫാസിഖ് അവര ജാലിം അവര. നേരെ മറിച്ചിട്ട് നന്റെ അധികാരത്തിൽപ്പെട്ടതല്ല ഇത്, ഞങ്ങളുടെ അധികാര ചെലവണാക്കുക അവരങ്ങല്ല. അതുകൊണ്ടിട്ടു
അഖഫുദ്ദററൈൻ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നതുപോലെ അഖഫുദ്ദററൈൻ ജണ്ടില് കുറഞ്ഞത് ഉപദ്രവേതുണ്ട്. രണ്ട് ഉപദ്രവുണ്ട്. ആ രണ്ട് ഉപദ്രവത്തില് കുറഞ്ഞ ഉപദ്ര ഏത് ചൊന്തൊരു നിലക്ക് ഒരു തീരുമാന എടുക്കുന്ന സന്ദർഭത്തിൽ തിരിക്കുന്ന ആ റായത്തെ കാനൂനൊട്ടിക്ക് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമാവാത്ത രൂപത്തിൽ അല്ലെങ്കിൽ മുസ്ലിമിനക്ക് ഉപദ്രവാത്ത രൂപത്തിൽ ഒരു മസ്ലിഹത്ത് രൂപത്തിൽ നല്ലതാക്കിയിട്ടുള്ള വോട്ടിങ്ങും അതേപോലെ പ്രജാപ്രഭുത്വ വ്യവസ്ഥക്കും ഭാഗിദാര അവരെല്ലാം മാറി ಅದರೊಟ್ಟಿಗೆ ಸಂಪೂರ್ಣമായിട്ടുള്ളതായോ ഇഷ്ടകൊണ്ടിട്ടല്ല പോണ്ടി ചുറ്റും അത് മനസ്സിലാക്കണം. ഞങ്ങത് മാനസികമായിട്ട് ഇഷ്ടമില്ലാണ്ട് അതിനൊക്കെയാണ് വോട്ടിംഗ് പോലത്തെ പ്രജാപ്രഭുത്വ വ്യവസ്ഥയിൽ നിങ്ങൾ ശിർക്കത്താക്കിയില്ലെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ആക്കില്ലെങ്കിൽ എന്താ ഈ സംഭവിപ്പോ വലിയൊരു ആപത്ത് മുസ്ലിം ഉമ്മത്തിന് മേൽ വലിച്ചിട്ടത് സാധ്യതയുണ്ട് ചുറ്റും നിനക്ക് അർത്ഥാക്കിക്കൊണ്ട് തെറ്റിക്കര് ഞങ്ങൾ അതിനൊട്ടിಗೆ സഹകരിക്കരോ ചുറ്റുന്നത് മനസ്സിലാക്കൊണ്ടു. അല്ലാണ്ട് ഇത് ഇസ്ലാമിനെക്കാണ് നല്ല കാനൂൻ ചുറ്റുന്ന തീരുമാനത്തിലല്ല. പിന്നെ ಕಾನೂನು ಅದರಲ್ಲಿ ಆಡಳಿತ ಕಿಟ್ಟೆ ಮಾತ್ರಮೇ ಇಸ್ಲಾಂ ಜಾರಿಕೊಂಬರಕ್ಕೆ ಅವರೇ ಚುಂದಂಟೆಂಗಿಲ್ ಅಂಬ್ಯಾಕಮ್ಮಲ್ಲಿ ಯಾರು ತನಕ ಎಂದೈತಿಲ್ಲ ಅಧಿಕಾರ കിട്ടിയിട്ടില്ല അല്ലേ? ഇനി അധികാര ഉല്ലംഘ അങ്ങ് വിചാരിച്ച പോലെ ആക്കുക അവರ ಉದಾಹರಣೆ എടുക്ക ಹಿರ್ಕಲ್ ರಾಜ എന്താക്കിയ ഇസ്ലാമിന്റെ പ്രകടന ആക്കുക വേണ്ടിയിട്ട് എല്ലാരും അവിടുത്തെ വലിയ വലിയ പ്രമാണിമാരോ സരദാരന്മാരോ ഒരുമിച്ച് കൂട്ടിട്ട് ബായിലെല്ലാം ക്ലോസ് ആക്കി വേണ്ടി താല്പര്യം ഇസ്ലാം നാണ് ഞാൻ ഇഷ്ടപ്പെടുക ഈ രാജ്യത്തേക്ക് ഇസ്ലാം എത്തിക്ക് ഞാൻ ഇഷ്ടപ്പെടുക ചൊന്താം എന്താക്കി ഞങ്ങളെല്ലാം ഒഴിച്ചു ഓടിത്താമോ ഡോർ ക്ലോസ്ഡ്. അപ്പൊ എന്തായിത്തവിടെ ഞാനത് വെറുതെ നിങ്ങളെ ടെസ്റ്റ് ആക്കുക വേണ്ടിയിട്ട് നിങ്ങളെ ദീൻ എത്ര ഗട്ടിയുണ്ട് ചൊന്തു നോക്കുക വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയേ ഒരു പ്രയോഗ ആക്കിയ ചൊന്തു ചൊല്ലുമ്പോ അങ്ങനെന്താക്കിയ സമാധാനം ഇത്തിപ്പ എല്ലാരും സുജൂത് പോകുന്നവരുണ്ട്. ആർക്ക്? രാജാവുക്ക് സുജൂത് പോകുന്നു പിരിഞ്ഞാരുണ്ട് അവിടുത്തെ വിഷയം. അപ്പൊ അധികാര ഉല്ലംഘ കൂടാ അങ്ങ് വിചാരിച്ചത് ആ കൊണക്കു ആവില്ല. ഇനിയുള്ളത് എന്താ ചെന്നിട്ടെങ്കിൽ അധികാര കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നാക്കാം. എങ്ങനെ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടിയിട്ടുള്ള മാർഗം സ്വീകരിച്ചു. ആ മാർഗം സ്വീകരിക്കാൻ മാറ് വേറെന്താ രൂപത്തിൽ പോണക്കാവില്ല. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചന്ദ്ര വാദല്ലാഹുല്ലദിനാമനു ചൊല്ലുന്ന സൂറത്ത് 100 ആയത്തിന് പാക്കുറീങ്ക ആ അധികാരം അല്ലാഹു തന്റെ ഉണ്ടെങ്കിൽ അതിക്ക് 3 ഓപ്ഷൻ വെച്ചിര ആ 3 ഓപ്ഷൻ എന്താക്കണു നടപ്പിലാക്കിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാര തണ്ട ചൊല്ലുന്നത് ഇയാളാക്കി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കിയിട്ട് അയാള് ഈ 3 ഓപ്ഷനും അവിടെ എന്താക്കി നടപ്പിലാക്കി. അതായത് ഷിർക്ക് പുട്ടിത്തു ഇബാദത്ത് തൗഹീദിക്ക് വേണ്ടിയിട്ട് അല്ലാഹു ഇബാദത്തിന് വേണ്ടിയിട്ട് ബറക്ക് വേണ്ടിയിട്ട് അതിൽ പോയോട് നിന്നോട് തെച്ചോട് എന്താക്കി വേണ്ടി ദാവത്താക്കി വേണ്ടി ആ ദാവത്തിರೋ മെയിൻ ಅದರ ರಾಜಾವರೋ മെയിൻ ആൾക്ക് എന്താക്കിയിട്ട് അതിൽ ഇസ്ലാമರೋ മെസ്സേജ് എത്തുപാട്ടിತ್ತು. ആ മെസ്സേജ് എത്തുപാട്ടിയ ആള് ബന്ത് അവിടെ മറന്നതെല്ലാം മാറി ഇയാൾക്ക് നല്ല ഒരു ഹോൾഡ് കിട്ടും പോലത്തെ ഒരു സിറ്റുവേഷൻ അയാൾക്ക് ഉണ്ടാക്കി പാട്ടിത്ത് അള്ളാഹ് ഉണ്ടാക്കി പാട്ടിയ എന്ത് കാരണത്തിൽ അയാൾ തൗഹീദിനെ പ്രചാരാക്കിയ കാരണത്തിൽ. അപ്പൊ തൗഹീദ് പ്രചാരാക്കരു തൗഹീദ് അക്സെപ്റ്റ് ആക്കരു മുസ്ലിം രംഗ ഇതിനെ പരിപൂർണമായ നിലക്ക് അംഗീകരിച്ചവരുണ്ടായെങ്കിൽ ഇൻഷാ അല്ലാ കാല് മുസ്ലിം രംഗ അള്ളാഹുരെ തൗഹീദ് മടങ്ങി വന്നിമയോ. അങ്ങനെ അല്പസംഖ്യാത്ത തനം ഉണ്ടല്ലേ ബഹുസംഖ്യാത്ത തന്നെ കാണ എന്താ ഒരു സ്ട്രോങ് ആവരു എന്തിനു വേണയോ മുസ്ലിം രംഗ് ഈ ഇസ്ലാം തിരിച്ചുള്ളതാവണം മുസ്ലിം രംഗ് തൗഹീദ് തിരിച്ചുള്ളതാവണം. ഇൻഷാ അല്ലാ ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വൈസ്വൽ രാജുന്തലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പൊ എന്താ ഒരു മുസ്ലിം രംഗ സ്വീകരിക്കും തോറു മുസ്ലിം രംഗ തൗഹീദ് സ്വീകരിച്ച പോലെമേ ആൾമാരും അന്യ സമുദായത്തെയും എന്താക്കാറ് സ്വീകരിക്കാൻ തയ്യാറായതോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള മാർഗം ഉണ്ടാക്കി തണ്ട 3 ഓപ്ഷൻ അല്ലെങ്കിൽ 3 പ്രോമിസ് അല്ലാഹുവിന്റെ തരഫിൽ ഖുശ്ഖബറി അല്ലാഹു ചൊന്ന ഒന്നോ അങ്ക് അധികാരം കൊടുക്കരണ്ടും പിന്നെ രണ്ടാമത്തേത് അങ്ക് പേടില്ലാത്ത അവസ്ഥ കൊടുക്കരണ്ടും മൂന്നാമത്തേത് അങ്ങനെ ഇഷ്ടപ്പെട്ട ദീനുൽ ഇസ്ലാം ജാരിക്കുമർക്കുള്ള വ്യവസ്ഥ ആക്കി കൊടുക്കുക ചന്ദ്രത്. അപ്പൊ അതെന്താക്കിയാല് ഈ ആയത്തിൽ വെച്ചിട്ട് നിങ്ങൾ സൂറത്ത് 56 ആയത്തിൽ നോക്കൂ വകദാലിക മക്കന്നാ ലിയൂസുഫ് 56 ആയത്തിൽ നോക്കൂ വകദാലിക മക്കന്നാ ലിയൂസുഫ് ഇതുപോലെ എത്തിക്കുന്നങ്ങ
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാംക്കോ അവിടെ രായത്തിൽ നിലനിൽക്കുള്ളതായോ സ്ഥാനം കൊടുത്തത്. എന്തിനു കൊടുത്തോ? അധികാരം കൊടുത്ത്. തംകീൻ ചൊല്ലും. ഫിൽ അർദ് ചെന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ എല്ലാം മൊത്തമല്ല. ഫി മിസ്ർ ഉണ്ട് അർത്ഥം. എവിടെ? മിസ്ർ ചൊന്ത് ഈജിപ്തില് അർത്ഥം. അപ്പൊ ഞാൻ എന്താക്കറേ അൽ അർദ് ചൊന്ത് കണ്ട സ്ഥലത്ത് അവിടെ ഈജിപ്റ്റ് ഇങ്ങനെ തർജ്ജമ കൊടുത്തത്. ഇങ്ങനെ നോക്കറോ കന്നഡത്തില് ಅಧಿಕಾರವನ್ನು ನೀಡಿದೆವುಂಟು. ಭೂಮಿಯಲ್ಲಿ ಯಥಾರ್ಥದಲ್ಲಿ ಭೂಮಿಯಲ್ಲಿ അവിടെ കൊടുത്തിರೋ ഉദ്ദേശിച്ചത് ഭൂമിയല്ല, മിസ്ർ എത്തിക്കറ്. അപ്പൊ മിസ്ർ ചുന്തൽ ഇടീ ഭൂമി അവര. അപ്പൊ അള്ളാഹു ഖുർആനിൽ ഇങ്ങനത്തെ പ്രയോഗമുണ്ട്. ചെറിയത് പ്രയോഗമാക്കിയത് വലിയത് ഉദ്ദേശിച്ചതുണ്ട്, വലിയത് പ്രയോഗമാക്കിയത് ചെറിയത് ഉദ്ദേശിച്ചതുണ്ട്. അർത്ഥമില്ലേ? വലിയത് ഇവിടെ ഉദ്ദേശിച്ച് ചൊന്നൊരു വലിയത് ഉദ്ദേശിച്ചത് ചെറിയത്. കുല്ല് ചൊന്തു ജുസു ഉദ്ദേശിച്ചോ ചെന്ത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു അള്ളാഹ് ഒരു ശൈലി എത്തിക്കുന്നു. അവിടെ ഭൂമിയിൽ ഇടി അധികാരം കൊടുത്തൊരു ചെന്ത് മനസ്സിലാക്കുക അവര ആവല്ല. തഫ്സീറിൽ എവിടും ഭൂമിയിൽ ഇടി അധികാരമൊക്കെ എടുത്തി കൊടുത്തതില്ല, മിസ്ർ അധികാരം എത്തിക്കർ കൊടുത്തിരുന്നു. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് അയാള് ഉദ്ദേശിച്ചവിടെ യശാച്ചതെന്തിന് അയാൾ ഉദ്ദേശിച്ചവിടെ അയാൾക്ക് വാസിക്കോക്ക് വേണ്ടിയിട്ട് ഉള്ളതായ രൂപത്തിൽ അള്ളാഹു ചൊന്നു. ഈ അധികാരം കിട്ടൽ എന്തിനു ചൊന്ന? റഹ്മത്ത് ചൊന്ന. ഈ അധികാരം കിട്ടല് പ്രൂഫ് എന്തിന്? നുസീബു ബി റഹ്മത്തിന മന്നശ. എന്തൊരു പ്രൂഫ്? നുസീബു ബി റഹ്മത്തിന, ഞങ്ങൾ എത്തുപാട്ടി കൊടുക്കുക ഞങ്ങളെ കാറിനെത്തോ, ഞങ്ങളെ റഹ്മത്തിൽ എത്തുപാട്ടി കൊടുക്കുക. ആർക്ക്? മന്നശ, ഞങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ എത്തുപാട്ടി കൊടുക്കുക. വലാ നുദിഉ അജ്റൽ മുഹ്സിനീൻ, ഞങ്ങൾ എഹ്സാനാക്കിയങ്ങളെ പ്രതിഫലത്തോ എപ്പത്തും വേസ്റ്റ് ആക്കലാണ്ട്, വിട്ടുപെടല, നഷ്ടപ്പെടുത്തലാണ്ട്. ഇവിടെ ഈ എഹ്സാൻ ഉണ്ട് ഉദ്ദേശിക്കുന്നോ? ഇയാളെ എഹ്സാൻ കൊണ്ട് ഒന്ന് നിബിയിട്ടിക്കരുത്. അയാളെ പ്രവർത്തനമല്ല. ഒന്നാമത്തത് അയാളെ കുടുംബത്തിലുണ്ടായതായ സമസ്യ, അയാളത്തിലുണ്ടായതായ അക്രമ അത്തരല്ല ദൗർജന്യ ഹിംസയെല്ലാം ആമ്പത്ത് കൂടെ എന്താക്കിയിട്ടില്ല. അള്ളാഹ് ഒരു തഖ്ദീർക്കെതിരായിട്ട് ഉണ്ടിട്ടില്ല. അള്ളാഹ് ഒരു വിധിക്കെതിരായിട്ട് എന്തും ചെന്നില്ല. അയാള് നാണ്ട് അള്ളാഹു കൈവിട്ടല്ലേ ചെന്തു അങ്ങനെ ഒരു വിചാരം വന്നില്ല. മാത്രല്ല അങ്ങനെ എതിരിലും ചൊന്നില്ല. ആരെതിരില്? തന്ത എലമുത്തരെതിരില് എന്തും ചൊന്നില്ല. അള്ളാഹു ഒരു ഖദറിന്മേൽ പരിപൂർണമായോ വിശ്വാസത്തോട് കൂടി അവിടുത്തെ ബന്ധു മാത്രല്ല അരമണിൽ തെച്ചപ്പം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയില്ല, സമാധാനത്തോട് കൂട്ടതില്ല. അവിടെ അള്ളാഹു അയാളെ പരീക്ഷിച്ച ആ പരീക്ഷയുടെ കാരണത്തിൽ എന്തെത്തി അയാള് അവിടുത്തെ വലിയൊരു ആപത്തിൽ നിന്ന് പച്ചവയ്ത്ത് മാത്രമ അവിടെ ദയിക്കുകയില്ലതായ അവകാശം കിട്ടിയില്ല. പിന്നെ ജയിലിൽ വന്നാൽ പിന്നെ അവിടെ ആ ജയിലിൽ തെക്കൽ ചില്ലറ വിഷയം എന്തല്ല. എത്ര വർഷം 10 പോണുന്നു 12 വർഷം എത്തിക്കല് ജയിലിൽ തെക്കറോ. അയാളെ വലിയൊരു യൗവനത്തോ വലിയൊരു ഭാഗം എത്തിക്കറ് എവിടെ കലിയറോ? ജയിലിൽ കലിയറോ. ആ ജയിലിൽ കലിമത്ത് കൂടാ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതായോ നിഅമത്തിനെ ഓർത്തോണ്ടും അയാളെ ജവാബ്ദാരി നെനപ്പാക്കിയിട്ടും അയാൾ എന്താക്കിയിട്ട് കലിഞ്ഞുകൂടി തല്ലാമാറ് അള്ളാഹുരോ എതിരിത്ത് ഒരു ഇതെന്തിരെ നാൻ നിബിയ എന്റെ ഈണാവുകൊണ്ട ചൊന്തൊരു നിലക്കുള്ളതായോ ഒരു പ്രയോഗം വരാമാറിക്കുമ്പോൾ എഹ്സാൻ ചൊല്றது അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രാക്കറോ. ഈ മുഹ്സിൻ ചൊന്തുള്ള പ്രയോഗ ഇതുണ്ടോ? മുസ്ലിമായ വർത്ത മുസ്ലിം ആവക്കു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊന്തുള്ള ഷഹാദത്ത് കലിമം ഇസ്കാരം അതേപോലെ 5 ഇസ്ലാം കാര്യവും നടപ്പിലാക്കിയാൽ പിന്നെ അതൊരു വിശാലമായ ഒരു വലയ എത്തിക്കറ്. വിശാലമായ ഒരു വ്യാപ്തി. ഏത്? ഇസ്ലാം ചൊന്തുള്ള വ്യാപ്തി. അതുകൊണ്ട് അവിടുത്തെ ഷഹാദത്ത് കലിമ ചൊന്തു നിസ്കരിച്ചുണ്ടെങ്കിലും അവന്റെ എക്സെപ്റ്റ് ആക്കാൻ വേണ്ടി അവന്റെ ഉൾക്കത്ത് എന്തും ഞങ്ങൾക്ക് നോക്കുകയില്ല എങ്കിൽ അതിൽ നിന്നുള്ള പിന്നത്തെ ഒരു സ്റ്റെപ്പ് എത്തിക്കറ്. ഈമാൻ്റെ പിന്നത്തെ വലയ എന്തോ? ഈമാന്റെ വലയ. ആ ഈമാന്റെ വലയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് താവില്ല. ഈമാന്റെ വലയ അത് ഭയങ്കരമായ ശക്തമായ സ്ട്രോങ് ആയ വലയ. അതുകൾക്ക് എല്ലാവരും പണ്ടില്ല. പിന്നെ അതിലേക്കാണ് വലിയ ചെറിയ സർക്കിൾ എത്തിക്കറ്. അതിലേക്കാണ് ചെറിയ സർക്കിൾ. എതിർക്കാണ് ഈമാന്റെ കാണും ചെറിയ സർക്കിൾ, എഹ്സാന്റെ സർക്കിൾ. ആ എഹ്സാന്റെ സർക്കിളിലുണ്ടല്ലേ ഈമാനുള്ള കൂടെ പോകുന്നുണ്ടെങ്കിലും അതിനും ചെമ്മ മേനത്തുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ പെട്ടി അമ്പിയാക്കന്മാർ
ಈ ಎಹ್ಸಾನ್ರೋ ವಿಭಾಗದಲ್ಪಟ್ಟ ಎತ್ತಿಕ್கிறாரு ಈ ಅಂಬ್ಯಾಕಮರ ಅಪ್ಪ ಚೊಂದಂದ್ರೆ ವಲಾ ನುದಿಯು ಅಜ್ರಲ್ ಮುಹ್ಸಿನೀನ್, ಮುಹ್ಸಿನ್ಮಾರು ప్రతిఫలతో నాకు నష్టపడుతుట్లా అని. ఆ నష్టపడుతుంది కారణతో ఎలా ఉందాక అయాల్కి ఆ రాయతులు అధికార కొడతా, ఆ రాయతులు ఎల్లావు అధికార కొడతా. പിന്നമ്മ അതേ ഉദ്ദേശിച്ചത് പറത്തീരാ, അതേ ഉദ്ദേശിച്ചത് മുന്നോട്ട് പോത്തീരാ. അങ്ങനെ ഉദ്ദേശിച്ചുണ്ടല്ലേ, അങ്ങനെ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ അള്ളാഹു ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തറ. കാരണം അള്ളാഹു ചൊന്നന്ദ്ര് വല അജ്റുൽ ആഖിറതി 57ാമത്തെ ആയത്ത് നോക്കൂ. വല അജ്റുൽ ആഖിറതി ഖൈറുൻ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ. ആഖിറത്തിലെ അജ്ർ തിക്ർ ഖൈറായത്. അജ്ർ ജുനെ പ്രതിഫല, ആഖിറത്തിൽ കിട്ടുന്നതായ പ്രതിഫല ഖൈറുൻ. ആർക്ക്? ലില്ലദീന ആമനു, എല്ലാവർക്കും കിട്ടില്ല. അത് ഈമാനുള്ളവർക്കും വകാനു യത്തഖൂൻ, തഖ്വയുള്ളവർക്കും പടച്ചറബ്ബിനെ പേടിക്കുന്നവർക്കും ഇതെന്താ തിക്ർ? ആഖിറത്തിലെ പ്രതിഫല വലിയ തിക്ർ, ഖൈറായ തിക്ർ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാം. ഇവിടെ അയാൾക്ക് അവിടെ സ്ഥാനമാണ് കിട്ടിയത് ചൊന്നല്ലേ. അപ്പൊ സ്ഥാനമാണ് കിട്ടിത്താകുമ്പോഴത്തേക്കു ചർച്ച വന്നത് ആ ബെണിയലോ മങ്ങിലെത്തി ചൊന്തു തഫ്സീലുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് കണ്ടത് ഒരു അമ്പ്യാക്കന്മാരെ പെഞ്ഞായിമാർ, ഈവൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമറെ പെഞ്ഞായിമാർ കാഫിർ തിന്നಗೂ ಕೂಡ ಆಗಲೇ എന്തില്ല, ഈ ഫാഹിഷത്ത് ಬಂತಿಲ್ಲ, വ്യഭിಚಾರ പോലത്തത് ಬಂತಿಲ್ಲ, വ്യഭിಚಾരത്തിന് സൂചന ಕೂಡ അങ്ങനെയില്ല ഉണ്ടല്ലേ. അപ്പൊ അമ്പ്യാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കില്ല. ഇനി ഈ പെണിയ ഇയാൾക്ക് അധികാരം കിട്ടിത്താകുമ്പോഴത്തേക്കു ഇവ ചൊന്ത് ಅಂದ್ರೆ അൽഹംദുലില്ലാഹില്ലദി ജഅലൽ അബീദ മുലൂകൻ ബിതാഅതിഹി വജഅലൽ മുലൂക അബീദൻ ലിമഅസിയതിഹി. സുബ്ഹാനല്ലാഹ്. ഭാര്യ ഒരു നല്ല ലൈൻ ആയിമ ചെല്ലറ ഇയാൾ പാസ്സാകുമ്പോഴത്തേക്കു ഇത് മങ്ങിലൈത്തിന്തും ഉള്ള ചൊന്നല്ല തഫ്സീൽ കണ്ടൊരു ഒരു ലൈന്. അൽഹംദുലില്ലാ, അല്ലാഹു കൈ തിക്ർ എല്ലാം നമുക്ക് സ്തുതി. അല്ലദീ ജഅലൽ അബീദ, ഒരു അടിമയായ ആളോ മുലൂക്കൻ രാജാവാക്കിയോ. കാരണം ബിതാഅതിഹി, അയാൾ അല്ലാഹു അനുസരിച്ച കാരണത്തിൽ. വജഅലൽ മുലൂക, ആടളിത്ത കിട്ടിയാലോ ആടളിക്കുന്നങ്ങളോ രാജാവരെ അബീദൻ, റോയൽ ഫാമിലിയോ അടിമമാരാക്കിയോ. ബിമഅസിയതിഹി, ധിക്കാര കാരണത്തിലുണ്ട്. ഉടനെ ആ മനുഷ്യ അതേ സ്ഥാനത്തിൽ ഇന്നോ ഈ പെണ്ണിന്റെ മാപ്പിള ഇയാൾ കേട്ട സ്ഥാനം ഇല്ലേ, ആ ഈ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് ആരെ കയ്യിലിന്നോ, ഈ പെണ്ണിന്റെ മാപ്പിളുടെ കയ്യിലിന്നോ, അതിനെ വലിച്ചെടുത്തിട്ട് രാജാവ് ആർക്ക് കൊടുത്തോ? ഇയാൾക്ക്. അപ്പൊ എന്താ കാരണം? എന്തുകൊണ്ടോ ആ സ്ഥാനം കിട്ടിയോ? ഈ സ്ഥാനം കിട്ടുക കാരണം അയാൾ അല്ലാഹുവരെ അനുസരിച്ചത്. ಅಂಕ ಸ್ಥಾನ ತಪ್ಪುಗಳ ಕಾರಣ അള്ളാഹുരെ ധിക്കരിച്ചാൽ ചൊന്തല വിഷയ. അപ്പൊ ഏതായാലും ഇസ്രായേലിയത്തിൽ ചമ്മ കത്തുണ്ടു. ഇസ്രായേലിയത്തിൽ ചൊല്ലോ ಅಂಕ അയാൾക്ക് ഈ പെണ്ണിൽ നിന്ന് 3 മക്കൾ ചെന്തല്ല ചെന്ത് ചൊല്ലാറ്. ഏതായാലും അതേ വിഷയത്തിലൊന്നും കൺഫർമേഷൻ ഞങ്ങൾക്കൊന്നും പിടില്ല. പിന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലോ, നിങ്ങളെ എപ്പോ ഉദ്ദേശ അധികാരത്തിന് മാത്രം അത്രല്ല, അധികാരത്തെ കോൺസെൻട്രേഷൻ ആക്കൂല്ലതല്ല. വല അജ്റുൽ ആഖിറതി ഖൈറുൻ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ. അതായത് ആഖിറത്തിലെ പ്രതിഫലത്തിക്ക് ഖൈറായത് ചൊന്തലത്. നിങ്ങൾ നോക്കൂ. ഇനി നാളെ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. 58ാമത്തെ വജാഅ ഇഖ്വതു യൂസുഫ്, യൂസുഫിന്റെ സഹോദരന്മാർ വന്നാറ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഡൻ ടോപ്പിക് ചേഞ്ച് ആക്കറു. അല്ലാഹുവിന്റെ ശൈലി നോക്കൂ. ഒരു വിശചന്തരം എത്ര ഒരു മനസ്സിൽ തട്ട് രൂപത്തില് യൂസുഫ് സഹോദരന്മാർ വന്ന് എത്ര വർഷം കഴിഞ്ഞിട്ട് സഡൻ വന്നതല്ല. ഫസ്റ്റത്തെ 7 ವರ್ಷ അതിലെന്തായിട്ടുണ്ടോ നല്ല കാലം കഴിഞ്ഞിരു. ആ നല്ല കാലത്തെ ടൈമില് എവിടുത്തും മന്തില്ല, ചുറ്റുപാടും ആറും മന്തില്ല. നല്ല കാലം കഴിഞ്ഞിട്ട് ബറകാലത്തെ ടൈമിലും അങ്ങനെ രായത്തൊന്നും ഇല്ലാണ്ടാകുമ്പോ എവിടെ ഉണ്ട് ചൊന്ന് തേടിത്ത് വന്നെങ്കിൽ എത്തിക്കറിയ. അപ്പൊ 7 വർഷം കഴിഞ്ഞിരു. എപ്പത്തോ ഇയാൾക്ക് അധികാരം കിട്ടിയിട്ട് 7 വർഷം കഴിഞ്ഞാൽ പിന്നത്തെ
ഒരു കാലത്തിക്കറി ഇങ്ങ പണ്ട് ബറകാല പിടിച്ചപ്പോ പണ്ട് യൂസുഫ് യൂസുഫ് സഹോദരന്മാർ ബന്നത് ബന്ത് ഫദഖലു അലൈഹി അങ്ങണ്ടാക്കിയൊരു ഫദഖലു പ്രവേശിച്ചാറ് അതിലെ മുന്നലു പ്രവേശിച്ചാറ് പ്രവേശിക്കുമ്പോഴത്തേക്ക് പിടിയാറ് 10 ബാലക്കാര മക്ക ഇങ്ങനെ 10 ഇങ്ങനെ ഒരേ പോലത്തെ മക്ക ബർമത്തുക്കു ഫഅറഫഹും അങ്ങനെ ചൊല്ലർ ഫഅറഫഹും അയാൾക്ക് അങ്ങനെ കുർത്ത കേട്ടിട്ട് എങ്കിലാ വഹും ലഹു മുൻകിറുൻ അങ്ക് അങ്ങേന്ദ്ര ഈ ബന്ധക്ക് അയാളെ കുർത്തമേ ഇല്ല ഏറെ കുർത്തക്ക് അങ്ങനെ ഒന്നാമത് കൊല്ലൊക്കെ വിട്ടത് മരിക്ക വിട്ട ഒരു ഏലോണ് ഇനി മരിക്ക വിട്ടതിൽ ഏതാ ഒരു രായത്തില് അടിമയത്ത് കഴിഞ്ഞോണ്ടുള്ള ഒരാൾ ഈ ഒരു വലിയൊരു സ്ഥാനത്തിൽ നിന്നരേ ചൊന്തു അതൊരു പൽക്ക് ചൊല്ലം വിട്ടുവയ്ത്ത് ഇയാള് കാരണത്തില് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാരണത്തില് രാജാവ് ഇസ്ലാം ആയിട്ടുണ്ട് വിഷയ പിൽക്കാലത്ത് അപ്പൊ രായന്റെ ഇത്തോടെ ഇസ്ലാമിക് രാഷ്ട്രത്തെ ചൊന്തുള്ളത് ഒരു തഫ്സീലിൽ കണ്ട് അപ്പൊ രാജാവ് മറിച്ചാൽ പിന്നെ ഇയാളെ ഒരു രാജാവായിട്ടുള്ള സന്ദർഭത്തിലെത്തിക്കര് ഇങ്ങ ബണ്ടേന്റ് ആറ് ഏലങ്ങ സഹോദരന്മാർ അപ്പൊ അങ്ങ് ബന്ധുണ്ടാക്കിയ അങ്ക് അറിയോക്കുള്ള സാധ്യതമേ ഇല്ല ഫാറഫും ലഹു മുൻകിറൂൻ അങ്ക് അയലെ ഗുർത്തമേ ഇല്ല അപ്പൊ എന്ത് വലമ്മ ജഹ്സഹും റെഡി ആയപ്പ ഈ ജാഹിസ ചൊല്ലേ മലാബിസിൽ ജാഹിസ റെഡിമേഡ് ഡ്രസ് റെഡിമേഡ് ഡ്രസ് ചൊല്ലു ജാഹിസ അതേപോലത്തെ തജീസ് ജഹാസ് റെഡിയാക്കി വെക്കറോ ഫലമ്മ ജഹ്സഹും അങ്ക് റെഡിയാക്കി താമ്പത്തുകു ബിജഹാസിഹിം അങ്ങനെ സരഞ്ചാമറോ സാമാൻ സരഞ്ചാമറോ ഖാല അയൽ ചന്തു ഉത്തൂനി ബി അഖില്ലക്കും ഇതിലേക്ക് മുന്നേ ഒരു ചെറിയ ചർച്ച ഉണ്ട് ചെറിയൊരു വിഷയം അതായത് അയല് അവളോട്ട് കേക്കര് നീ ഒരു 10 ആളുള്ളവർ നിങ്ങളെ കണ്ടപ്പ നക്ക് ഒരു വിഷക്കേക്കൊരു മനസ്സായിട്ട് നിങ്ങൾ ഒരേപോലെ ഒരബ്ബല മക്ക ഇങ്ങനെ ബന്ധരല്ലേ കാണുക്ക് ചന്തുള്ളാറ് യൂസുഫ് അലൈഹി സ്വലാത്തു ചന്തുള്ളാറുണ്ടെങ്കിൽ അങ്ങും ചന്തിക്കൊണ്ടല്ലേ അതേ അബ്ബര മക്കല്ലേ അപ്പൊ അങ്ങനെ കണ്ടത് നിങ്ങളെ കണ്ടെത്താകുമ്പോ നക്ക് പ്രത്യേകമായിട്ടൊരു കേക്കൊന്നുണ്ടായിട്ട് ചെന്ന് ഇയാളെ ഗുർത്ത കൊടുക്കുകയാല് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ചൊല്ലോ നിങ്ങൾ നാണ് കണ്ടിട്ട് പ്രത്യേകമായ ഒരു രൂപത്തിൽ നിങ്ങ എവിടുത്തങ്ങ നിങ്ങ എന്റെ ബറോക്കാരന നഗ ബന്ധരോ ഇങ്ങനത്തെ അവസ്ഥ അവിടെ എന്തു തിന്നുകില്ല അപ്പ നിങ്ങ എന്തെങ്കിലും ബെടക്കുദ്ദേശി ബന്ധങ്ങളല്ലേ 10 ആളുകളെ ബർമത്തു ഈ ദരോടൊക്കെ വന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും ബെടക്കുദ്ദേശി ബന്ധമല്ലല്ലേ തഫ്സീലുണ്ട് ഇത് അപ്പൊ ചോദിച്ചു മാസല്ല അങ്ങനൊന്നും ഇല്ല ഞങ്ങൾ ബന്ധരല്ല അപ്പൊ നിങ്ങൾ എവിടുത്തെ ബന്ധരോ ഞങ്ങൾ കനാന്റെ ബന്ധരോ ഞങ്ങൾ അബ്ബര പേര് യാക്കൂബ് അയലല്ലാഹ് ഒരു നബി നിങ്ങൾ 10 ആളുമില്ലമ്മ വേറെ ആരുമില്ലേ മക്ക അപ്പൊ ചൊന്നറ് ഞങ്ങക്ക് മക്കുള്ളാറ് ഞങ്ങക്ക് വേറെ മേലങ്ങുള്ളാറ് ഞങ്ങൾ 12 ആൾമാർ ഞങ്ങളെ ചെറിയ ഒന്ന് പോയിരാ നഷ്ടപ്പെട്ടു പോയിരാ ഔത്ര ഓടി പോയിരാ അവനോ ഒന്നാ നഷ്ടപ്പെട്ടു പോയിരാൻ ചൊല്ലറ ഇല്ലെങ്കിലും മറിച്ചിരാ ചൊന്നറ് മാത്രം ആ മറിച്ച ആ ചെറുക്കല്ലോ നഷ്ടപ്പെട്ടു പോയ ചെറുക്ക തലവണം ഞങ്ങളപ്പക്ക് ഭാരി ഇഷ്ടത്തെ ചെറുക്ക എത്തുന്ന മോനെ എത്തുന്ന പിന്നെ അവന്റെ ഉമ്മര മോണോർത്തുള്ള അവനെത്തിക്ക് അവന് പിടിച്ചു വെച്ചിരും അബ്ബ എന്ത് അപ്പൊ പിടിച്ചു വെച്ചിരിച്ചൊന്നല്ല അബ്ബക്ക് ഹിദ്മത്താക്കൂ അബ്ബരൊട്ടിക്ക് സേവനാക്കൂ ഒരാള് സേവയാക്കൂ ഒരാൾ ബാൻ ചുറ്റൊരു ഉദ്ദേശത്തിനകം വിട്ടു വന്നരേ ചൊന്നറ് അപ്പൊ എന്താക്കിയത് ഓക്ക നല്ലൊരു വിഷയം മാത്രം നിങ്ങളെന്നാണ് ആദരിക്ക ചൊന്തായാലും അങ്ങനെന്താക്കിയത് അങ്ങനെ നല്ല റെസ്പെക്ട് ആക്കിയത് അപ്പൊ റെസ്പെക്ട് ആക്കിയതാൽ പിന്നെ പൽക്കാജി ചൊത്തു നക്കൊരു ഡൗട്ട് വേണ്ട നിങ്ങളെ വിഷയം നിങ്ങളെ ആ ഉമ്മരെ 3 വർഷം നഷ്ടപ്പെട്ട ഇനി ഈ എലോണ്ട് കുട്ടി മണ്ണോണ്ടില്ല എന്താ സംതിങ് റോങ് ഉണ്ട് ദാൽ മെ കുച്ച് കാല ആയ വല്ല ജന്തു അപ്പൊ ജന്തു നോക്കറുടെ ആയത് നോക്കറു കാല ഉത്തൂനി ബി അഖില്ലക്കും മിൻ അബീക്കും നിങ്ങൾ അബ്ബത്തെ സഹോദരല്ല നിങ്ങൾ അബ്ബത്തെ സഹോദരൻ എന്താ അബ്ബത്തെ സഹോദരൻ കേട്ടോ നിങ്ങൾ നിങ്ങളെ ഉമ്മ അബ്ബത്തെ സഹോദരല്ല നിങ്ങൾ അബ്ബത്തെ സഹോദരത്തല്ല അവന്റെ കൂട്ടി പറഞ്ഞു നീ നന്റെ മുട്ടക്കും പറഞ്ഞു കാരണം എന്തേ നിങ്ങൾ ചൊന്നത് നക്കൊന്ന് കൺഫേം ആക്കണം നിങ്ങൾ ഇപ്പൊ ചൊന്നരല്ലേ ഒന്നാമത്തത് അവൻ ഓടി രാജുന്തു ആറ് മരിച്ചു രാജുന്തു രണ്ടാമത്തത് അബ്ബ
നിങ്ങൾ അവന്റെ വിട്ടു വന്നിട്ട് അല്ല അബ്ബ പിടിച്ചു വെച്ചിരാം എന്നാ കൺഫേം ആക്കും. കാരണം നിങ്ങളുടെ വിഷയത്തിലൊക്കെ കൺസേൺ വന്നിട്ട്, കാരണം നിങ്ങൾക്ക് ഇത്ര ആദരിച്ചല്ലേ, നിങ്ങൾ നബിയെ കുട്ടുമ്പല്ലേ, അപ്പൊ നിങ്ങളുടെ വിഷയത്തിനൊക്കെ ഒരു കൺഫേം ആക്കൊണ്ടു നിങ്ങൾ പറയുമ്പോ കുറ്റം പറഞ്ഞു. നിങ്ങളെ സഹോദരർ കുറ്റം പറഞ്ഞു. അലാ തറൗന, നിങ്ങൾക്ക് എന്റെ കാരണം നിങ്ങളെ ത്രെട്ടാക്കുകയല്ല, നിങ്ങളെ ബേസത്താക്കുകയല്ല. അലാ തറൗന, നിങ്ങൾക്ക് കാണ്ടില്ലേ അന്നി ഊഫിൽ കൈല, ನಾನು ಕಣക്ക് ಕರೆಕ್ಟ್ ತಂದ್ರೆ ವಾನ ಖೈರುಲ್ ಮುನ್ಸಿಲೀನ್, ನಿങ്ങളെ ನಾನು ಚೆಮ್ಮೆ ಆದರಿಸಿರೆ. ವಾನ ಖೈರುಲ್ മുൻസിലീൻ ചൊന്തു നാ കണ്ട് നിങ്ങൾ കണ്ടോണ്ടില്ലേ ചൊന്തുല നിലക്ക് അങ്ങനെ സബലു നിങ്ങക്ക് നാണ് എഹ്സാനാക്കിരെ. ഏനെ നിങ്ങക്ക് നാണ് എഹ്സാനാക്കിരെ, അതേപോലത്തെ എഹ്സാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നാണ് ഇഷ്ടപ്പെടുക. എന്ത് നിങ്ങൾ എലോണ്ട് കുട്ടി വന്നേറ്റ് ഭാരി സിമ്പിൾ വിഷയ. അപ്പൊ ഇത് അങ്ങ് ഡൗട്ട് വരാത്ത പോലെ ഞാനിങ്ങനെ ആക്കിയില്ലേ, അവിടെ ത്രെട്ട് ആക്കിയിട്ടില്ല, ഇനൊരു വിഷയം ത്രെട്ട് കൊടുത്തു. ഫൈലം തഅ്തൂനി, 60ാമത്തെ ആയത്ത് നോക്കൂ. ഫൈലം തഅ്തൂനി ബിഹി, ഇനി നിങ്ങ കമന്നില്ലാണ്ടായി തിന്നണ്ടെങ്കിൽ ഫലാ കൈല ലക്കും ഇൻദി, എന്തില്ല ഫലാ കൈല ലക്കും ഇൻദി, നിങ്ങക്ക് എന്തില്ല നിങ്ങക്ക് ആ ഒരു ഓതി തണ്ടില്ല. കയ്യിൽ ചെന്നുണ്ടല്ലേ ഈ അളക്കുന്നത് ചൊല്ലോ, ഈ തൂക്കല്ല, ഈ അളന്നു കൊടുക്കുന്നത് ചൊല്ല, മുന്നല്ല ഈ സേറ് പോലെ അളന്നു കൊടുക്കുന്നത് ചൊല്ലു കയ്യില്. ഞങ്ങൾക്ക് അതിലേ നിന്നിട്ട് ഞങ്ങളെ കയ്യിൽ വന്നോ ഇല്ലേ, ഞങ്ങൾ കിച്ചൺ യൂസ് ആക്കുക കയ്യിലില്ലേ, ഇതിൽ നിന്നേ പറക്ക് സാധ്യത ഉണ്ട്. മുന്നലത്തിൽ ബലിയ എത്തിക്കൂ, പിന്നെ പിന്നെ ശരിയായ മന്ത് പല കയ്യിലക്കും ഇന്തി, നിങ്ങൾക്ക് എന്തില്ല ഓരോ വള്ളത്തെ കിട്ടുക പോണ്ടില്ല. പിന്നെ കിട്ടുക പോണ്ട മാത്രല്ല, ഇനി നിങ്ങളുടെ ബന്ത് കേക്കു പറവത്തീര ഫലാ തഖറബൂൻ, നിങ്ങൾ എന്റെ മുട്ട പണ്ടമേ വേണ്ട ചുന്തുലത് അയലോ ഒരു ത്രെട്ടை തിന്ത് ചുന്തുലത്. അപ്പൊ അങ്ങനത്തെ ജവാബ് എന്തിനു കൊടുത്തത്? ഖാലു സനുറാവിദു അൻഹു, ഞങ്ങത്തെല്ലാം പുസലായിസ്രാൻ മനോലിസ്രാൻ. ആരെ അവന്റെ വിഷയത്തില് ഞങ്ങളബ്ബരോ മനോലിസ്ര, ഞങ്ങൾ അതിക്ക് ഞങ്ങൾ അതിരെ ആക്രമേണ്ട, സംശയം വേണ്ട, ഞങ്ങൾ ആക്രമേണ്ട. ഇത് എന്ത് വിഷയം ഒന്നുണ്ടാ ഇങ്ങ് കൊടുക്കുക ഓതിണ്ടല്ലേ വർഷத்துக்கு ഒർക്ക 6 പറ്റ് വർഷத்துக்கு ഒർക്ക മാത്രം കൊടുക്കരുത്. അപ്പൊ അങ്ങനെ കുമ്പുമ്പോ എത്ര കുമ്പോണു? ഇടീ വർഷத்துக்கு ബേനായത് അങ്ങ് കുമ്പോണു, ഇടീ വർഷத்துக்கு ബേനായത് അങ്ങ് കുമ്പോണു. അങ്ങനെ ആ വർഷத்துக்கு ബേനായത് ഉണ്ടായിട്ട് കൊടുത്തു. കൊടുത്തൽ പിന്നെ അവിടെ നിപ്പാട്ടില്ല. വഖാല ലിഫിതിയാനിഹി, തന്റെ സ്വർത്തരങ്ങളൊട്ടി ചൊന്തു, തന്റെ സ്വർത്തരങ്ങളൊട്ടി ചൊന്തു ഇജ്അലു, നിങ്ങൾ ഇടറു ബിദാഅതഹും, അങ്ങനെ തന്നതായോ ബിദാഅത്തുണ്ടല്ലേ, ഏത് അങ്ങനെ തന്നോ ക്യാപിറ്റൽ ಬಂಡವಾಳ ಉಂಡಲ್ಲಿ ಇದಕ್ಕೆ ಸಾಮಂತ ತಂಡದಾಯೋ ಎಂದ್ರಲ್ಲ ನಗದು ಮೊತ್ತ ಉಂಡಲ್ಲಿ ಅದು ತನ್ನ ಅದು ಪೆರವೆ വെച്ചോളൂ. അങ്ങ് എതിർല് വെക്കണ്ട പെരോ അದ್ರ ഉൾഗ വെച്ച് ಬಿಡೋರು. നോക്കൂ, ഒന്നു ഇത് അങ്ങനെ പുസ്ലായിസ രൂപത്തിലുള്ള ഓഫർ ഇനിയൊക്കെ പറകൊണ്ടു ഇതേപോലെ അങ്ങനെ കൊടുക്കരുതായോ ഒരു ഹിക്മത്ത്, അത് ഇൻഷാ അല്ലാഹ് മുന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ എനിക്ക്. അപ്പൊ അയാൾ ചൊന്തു എന്തിക്ക് വേണ്ടിട്ട് ഈ ബൈക്കോ അങ്ങക്ക് മുന്നേ ബണ്ടവാളല്ലേ, ഇത് പർച്ചേസ് ആവരല്ലേ, അല്ലാതെ ഫ്രീ കൊടുക്കലല്ല. അങ്ങക്ക് ഫസ്റ്റത്തെ വർഷ സമ്പത്ത് കൊടുത്താറ്, പൈസ കൊടുത്താറുണ്ട്. ആര് ബന്ധങ്ങല്ല മിസ്സർക്ക് എന്താക്കിയാറ് കാശ് കൊടുത്തിട്ട് എടുത്താറ്. പിന്നെന്താ കൊടുത്താറ്? ഔത്തുലല്ലേ സാമാന സರಂಜಾമില്ലേ, ഔത്തുലല്ലേ ബൈക്ക് വ്യവസ്ഥ അല്ല ഈ ഇടകളെല്ലാം കൊടുത്താറ്. ഏനെ പിന്നെ അങ്ങനെ ആൾമാരെ ബൈക്കോസരാക്കിയത് ഞങ്ങൾക്ക് എന്തും ഇല്ല, ഞങ്ങൾ ആളാരെങ്കിലും കെട്ടി ചുന്തല നിലക്ക് ഒരു അടിമയാക്കറ് രൂപത്തില് വെച്ചേറെ ചുന്തല തഫ്സീലെല്ലാം കണ്ട്. അപ്പൊ ഇതുപോലത്തെ ബിദാഅത്ത് ബന്ധത്തിൽ എന്താക്കിയാറ് പെരോ കരുത്തിയാറ്. എന്തിക്ക് വേണ്ടിട്ട് ചൊല്ലത്? അത് ലഅല്ലഹും യഅരിഫൂനഹാ, ഞങ്ങ അങ്ങനൊട്ടിക്ക് നല്ല ഉള്ള ചൊന്തു അങ്ങറിയൊക്കെ വേണ്ടിട്ട് അങ്ങനൊട്ടിക്ക് നല്ല നിലക്ക്
ಕ್ಯಾನ್ಸರ್ನಾಕಿರ ಅಂಕ್ ಬೆಣ್ಮಯ ಪ್ರಾಧಾನ್ಯತೆ ಪರಿಗಣನೆ ಕೊಡ್ತೀರಾ ಚೊಂತು ಹಂಗ ಅರ್ಥ ಹಾಕೋ ಬೇಂಡಿತ್ತು ഇതങ്കലപു എപ്പ അർത്ഥാവണു ഇപ്പല്ല ഇപ്പൊ പോയ പോലെ ഇപ്പമേ അർത്ഥ ഉണ്ടെങ്കിൽ അങ്ങ് മറക്കോ സാധ്യതയുണ്ട് അങ്ങ് ഔത്തു പോയാൽ ഇതങ്കലപു ഇല അഹ്ലിഹിം അങ്ങനെ ഔത്തരോട് അങ്ങ് റിട്ടേൺ പോയപ്പ അങ്ങനെ ആൽമാരെ മുട്ട പോയപ്പ അങ്ങെന്താക്കണു അത് അറിയണു എന്തിനാ ഞങ്ങളൊട്ടിക്ക് അങ്ങ് ഇത്ര റെസ്പെക്ട് ആക്കിയ ആൾമാർ ഈ ചെറിയൊരു റിക്വസ്റ്റ് ഞങ്ങൾ എലോണ്ട് കൂട്ടിയും പോണിച്ച റിക്വസ്റ്റ് അത് വലിയ വിഷയമല്ല ചന്ദ്രത് അങ്ങെന്താക്കണു അർത്ഥാക്കണു പിന്നെ ലാല്ലഹും യർജഊൻ അതിന് വേറൊരു ഉദ്ദേശ ലാല്ലഹും യർജഊൻ അങ്ങ് വാಪಸ್ ಬರನು ಕಾರಣ ಇಪ್ಪ ത്രെട്ട് മാത്രമൊക്കെ കടത്തിട്ടുണ്ടെ അപ്പൊ കടത്തല്ല എന്തുകൊണ്ടു ഒരു മോണ്ട് നഷ്ടപ്പെട്ട ഈ മോണ്ടും ഇതേപോലത്തെ നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടാവും ഇതിനാ കടത്തില്ല നോക്കുമ്പോൾ എഹ്സാനാക്കിയ ഒരാള് ഇത്ര വലിയ എഹ്സാനാക്കിയ ഒരാളിൽ നിന്ന് എന്തോ അന്യായ അക്രമ ഉണ്ടാവാൻ സാധ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം റിട്ടേൺ പോക ചൊന്തുല നൈത്തിക്കര് അങ്ക് അങ്ങ് മനസ്സിലാക്കിയത് അപ്പൊ എന്താക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുത്ത ഹിക്മത്ത് ചൊന്തു ഇതിന് മനസ്സിലാവും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനർക്ക ഹിക്മത്ത് യൂസ് ആക്കർ തന്റെ ഇല ഉണ്ടോ തന്റെ മുട്ട ദൈപ്പാട്ടിന് വേണ്ടി തുല്യതായോ ഒരു ഹിക്മത്ത് ഉപയോഗാക്കർ ഇതെല്ലാം അള്ളാഹു ഒരു തലഫിൽ തുല്യതായോ ഓരോ ഹിക്മത്ത് എത്തിക്കര് ചൊന്തുലത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി പണ്ടതായോ ഒരു നബിയെ തിന്തിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നല്ലൊരു സ്ഥാനം കൊടുത്ത അയാൾ ഇല മൂത്തങ്ങളെല്ലാം കണ്ടെത്ത് ഒരു റഹാത്ത് കൊടുത്ത ഇത്രത്തോളം അയാൾ കാണാൻ തിന്നത് ഇനിയിപ്പോ അയാൾക്ക് മനസ്സിൽ പണ്ടിട്ടില്ലെന്തേ തന്റെ രായത്തേക്ക് പോണു തന്റെ ആൾമാരെ കാണണു നന്റെ അബ്ബരെ കാണണു നന്റെ എലോനെ കാണണു നന്റെ ഉമ്മരെ കാണണു ഉമ്മ ചെന്നെ ചിലപ്പോ ഇങ്ങനെ ഉമ്മ ഇന്തിക്കു ഇല്ല ഇയാളുമ്മ ഇങ്ങലമേ ഉമ്മ ഇക്കൊകുമയോ അപ്പൊ ഈ ഉമ്മരൊന്ന് കാണണു അബ്ബരെ കാണണു ചുറ്റില മനസ്സൊരു ഹാജത്ത് ആ ഹാജത്ത് എല്ലാവർക്കും ഉള്ളതായോ സ്വാഭാവികമായിട്ടുള്ളതായോ ഒരു നൈസർഗികപരമായിട്ടുള്ള സ്വഭാവമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രേരണ കൊടുക്കുക അതുകളിൽ പ്രോത്സാഹം കൊടുക്കുക അല്ലാമാര് വിട്ടുപുറക്ക് വേണ്ടിയിട്ടല്ല ഉദാഹരണക്ക് യമനിൽ നിന്ന് വന്നേ മുശ്രിക്കൈ തിന്ന രായത്തിൽ നിന്ന് യമനിൽ നിന്ന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കുറെ ആൾമാർ ಬಂದು ತಿన్నారు ನಂಗೆ ಎಂದಾಕಣು ನಂಗೆ ಉಡ್ದಿಕ್ಕವಲ್ಲ അവിടെ കുഫർ രായ നിങ്ങൾ എന്തിക്ക് വേണ്ടി വന്നവർ കേട്ട് ഞങ്ങൾ സ്വർഗ ഹാസിലാക്കൂ ಅಂದ್ರೆ ഞങ്ങൾ സ്വർഗ ഹാസിലാക്കൂ അപ്പൊ ವಾಪಸ್ പോർച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രായ കുഫർ രായ എത്തിക്കുമ്പോൾ ಕೂಡ ആ രായ കുഫർ എന്ത് മെസ്സേജ് കൊടുക്കറോ നിങ്ങളെ രായത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഇസ്ലാമರ നാഫിസ് ആക്കി നോക്കರು ഇസ്ലാമರ ಜಾರಿಕೊವರು ನೀವು ನೋಕರು ആ ഒരു വിഷയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യന്ത അനിവാര്യമായ ഒരു സന്ദർഭം ഇത് ഞാൻ മനസ്സിലാക്കണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളെ രായത്തിൽ വിട്ടു ಬಂತು ಬೇರೆ ರಾಯത്തിൽ ಬಂತು ആ രായത്തിൽ അയാൾക്ക് അധികാരം കിട്ടിത്ത് എല്ലാ നമത്തിലും സവലത്ത് കിട്ടിത്ത് പരീക്ഷണെല്ലാം കഴിഞ്ഞിട്ട് സവലത്ത് കിട്ടിത്താകുമ്പോഴത്തേക്കു അയാൾക്ക് അയാൾ പെറ്റ രായത്തോ ജനിച്ച രായത്തോ നെനപ്പായി ഉണ്ടുണ്ടോ തന്റെ കുടുംബത്തെ നെനപ്പായി ഉണ്ടുണ്ടോ ആ നെനപ്പാവരുത് എന്തല്ല ഒരു മനുഷ്യരോ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥ അല്ലാതെ പ്രോത്സാഹിക്കപ്പെട്ട അവസ്ഥയെത്തിക്കരുത് അപ്പൊ ഞങ്ങൾ നേരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യത്തിലുള്ളതായ കർണാടകത്തിൽ ഞങ്ങളെ മാംഗ്ലൂർ പോലത്തെ രായത്തിൽ ഞങ്ങൾ ജയിച്ചു വളർന്ന രായ ആ രായത്തിൽ ഞങ്ങൾ വാപ്പസ് പോകേണ്ടത് മനസ്സിൽ പണ്ടതായ ആ തവക്കുണ്ടല്ലേ ആ ഒരു ആശ ഉണ്ടല്ലേ അതെന്തെത്തിക്കര് നൈസർഗികമായി ചുറ്റുള്ളത് ഞങ്ങൾക്ക് ഇതിൽ എന്ത് മനസ്സിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹോദരന്മാർ എത്ര അന്യായാക്കിന്നെങ്കും അക്രമാക്കി തിന്നെങ്കും അങ്ങനെ എത്ര ചന്തത്തിൽ മുട്ടാക്കിത്താല് അങ്ങനെ എന്താക്കാൻ തപ്പമേത ഞാൻ യൂസുഫ് നീ അന്യാക്കിയവർ നീ ഉൾക പോറും രണ്ട് അബ്ബുമാരെ നാ കൂട്ടിയ വേണ്ട നീ ഉൾക തേക്കോರು ചൊന്തു ജലാന്ത് മാത്രമാ ಅದರ ಬದಲಿಗೆ ಎಂದಾಕಿಯಾಲಿ അങ്ങനെ തീരത്തിനെ ആദരിച്ചിട്ട് ഗൗരവിച്ചിട്ട് അങ്ക് കൊടുക്കുന്ന എല്ലാ നമുക്കുള്ളതായോ റെസ്പെക്ട് കൊടുത്താൽ പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതാക്കിയോ അതിൽ അധികാരം യൂസ് ആക്കിയിട്ട് എന്ത് പ്രോബ്ലം ഇല്ല ഞാൻ യൂസുഫ് നന്റെ നിങ്ങൾ ഇതാക്കൊരു അബ്ബുമാർ കുട്ടിയമ്മർ ഖലാസ് തിന്ത് മാത്രം അങ്ക് അതിൽ എഹ്സാസ് ഉണ്ടാക്കണം ആ ഞങ്ങൾ ആക്കിയതായ തപ്പ് എത്ര ചൊന്തുന്നത് അങ്ക് അർത്ഥാക്കി കൊടുക്കണം അതെല്ലാം ഉദ്ദേശിച്ച് എത്തിക്കാല് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് സ്വീകരിച്ച് ചുറ്റുന്നത് ഞങ്ങൾ മനസ്സിലാക്കുക ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇനി മുന്നൽക്കും ഈ ഖുർആന്റെ ഈ സൂറത്ത് തഫ്സീർ സൂറത്തുൽ യൂസുഫ് തഫ്സീർ
ಯಾರು പഠിക്കും ഇതേപോലെ ഇതിലെ പോയിന്റ്സിലോ ഓരോ നുക്കാത്തിലോ എടുത്തെടുത്ത് മനസ്സിലാക്കും. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നമത്തുള്ള ആപത്തിൽ നിന്നും ഫിത്നത്തിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ ഉമ്മത്തിലും ഞങ്ങളുടെ സമുദായത്തോ ആൽമാരോ സലാമത്താക്കട്ടെ. ഖുർആൻറോ യഥാർത്ഥ വെളിച്ചത്തിക്ക് ഈ സമുദായ തിരിച്ചു പറക്കും അള്ളാഹു സഹായിക്കട്ടെ. ഖുർആൻ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ പരമയത്ത് സാക്ഷിയാവതായോ ആ നസീബ് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ഖുർആൻ ആരെ എതിർല് വിരുദ്ധ സാക്ഷിയാവറ ആ നസീബ് കെട്ട ആൽമാരിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. എല്ലാ നമത്തുള്ളതായോ ആഫിയത്ത് അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ വലിയ ദോഷതെല്ലാം വിട്ടുവരുത്ത് മാപ്പാക്കിരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയോ ആൽമാർ അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് കൊടുത്തു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോ ഞങ്ങളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക